Hey guys, welcome back to my new video guys. അപ്പോൾ നമ്മുടെ അങ്ങനെ മെയിൻ്റെനൻസ് ഒക്കെ ഇനി ഒരു ദിവസം എന്നാണ് ഗൈസ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ ഫുട്ബോൾ കൊനാമി. അപ്പോൾ എന്തായാലും അതൊരു സന്തോഷ വാർത്തയാണ്. അതുപോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് പുതിയ എന്താ പറയുക കുറേ കാര്യങ്ങളായിട്ട് ഇങ്ങനെ കൊനാമി വന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്നലെ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ ഫുട്ബോളിലൊരു ഇത് വന്നായിരുന്നു. ഒരു സാധാരണ എന്താ പറയുക നമ്മുടെ ജസ്റ്റ് ആ ഫ്രെയിം വർക്കൊക്കെ ഒന്ന് കണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു കളറൊക്കെ ഒന്ന് മാറിയ ഒരു മാവിൽ കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇതിൽ കിടന്നായിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ എപ്പിക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് കുറച്ചൊന്നും തുറക്കാനും അതുപോലെ തന്നെ നമ്മുടെ പാക്കുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നോക്കുകയാണെങ്കിൽ എനിക്ക് നമ്മുടെ കമ്മിങ് എപ്പിക്ക് ക്യാമ്പയിൻ ഉണ്ട്. അതുപോലെ തന്നെ ലോഗിൻ ബോണസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ സ്പാനിഷ് ക്ലബിന്റെ ഫ്രീ ട്രൈ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും നമുക്ക് തുറക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഏതൊക്കെയാണ് കിട്ടിയത്. അപ്പൊ നമുക്ക് എല്ലാം ഒന്ന് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ പുതിയ പാക്കുകളൊക്കെ വന്നു. അപ്പോൾ എന്തായാലും നോക്കുകയാണെങ്കിൽ എനിക്ക് സ്പെഷ്യൽ പ്ലെയർ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ എപ്പിക്ക് സ്പെയിൻ്റെ വന്നിട്ടുണ്ട്. സാബി, പിന്നെ ഇക്കർ കസലിയാസ്, പിയോള്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു 100 രൂപ ട്രൈ ചെയ്യാം എന്തായാലും ഗൈസ്. അതിനുശേഷം നമുക്ക് വേൾഡ് വൈഡ് വന്നിട്ടുണ്ട്. അത് നോക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് എംബാപ്പയുടെ കാര്യം പറഞ്ഞായിരുന്നു, പക്ഷെ എംബാപ്പ വന്നിട്ടില്ല. ഡയസ് എനിക്ക് എൽ ഡയസ്, പിന്നെ തൂറാം, കൊക്കോ, മാത്യൂസ്, പിന്നെ വീർമൻ, റാഫിൻഹാന്റെ കാര്യം പറഞ്ഞത് ഗൈസ്. പൊപ്പെ, കൊറിയ, കെറ്റോമോ അവരൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഉറപ്പായിട്ട് അവരൊക്കെ തുറക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ എപ്പിക് ഉണ്ട്, നമുക്ക് 3 എണ്ണം. ഇനി നമുക്ക് എപ്പിക്കിൽ ഗൈസ് എന്താ പറയാ കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. എന്താ പറയാ അവർക്ക് ഈ ഒരു ട്രൈയിലൂടെ എന്താ പറയാ 2ഉം 5ഉം ചിലർക്ക് എന്താ പറയാ 9 ട്രൈ ചെയ്തിട്ട് എല്ലാവരും എടുത്തവരൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളിതാ കാഫൂന് എടുത്തു, റോബർട്ട് കാർലോസിന് എടുത്തു, സ്റ്റോയ്ക്കോവിന് എടുത്തു, ഡെയിൽസൺ എടുത്തു. ഇനി വാൻഡേവാർട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് ഗൈസ് ഫസ്റ്റ് നമുക്ക് എപ്പിക്കങ്ങ് കറക്കാല്ലേ, ഐശ്വര്യമായിട്ട് എപ്പിക്കന്നെ കറക്കിയിട്ട് നമുക്ക് അങ്ങ് എടുക്കാം. അപ്പൊ എന്തായാലും നമുക്ക് വാൻഡേവാർട്ടിന് എടുക്കാം ഗൈസ്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു, ഹൈറ്റ്, ഏജ്, സ്ട്രോങ് ഫുട്ട് മെല്ലെ എല്ലാം ഒന്ന് ചെയ്യുന്നു. ഈ ഒരു ഇത് 2010 നെതർലാൻഡ്സ് എപ്പിക് വാൻഡേവാർട്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആരെയും കിട്ടിയെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ എപ്പിക്ക് സ്പെയിൻ പാക്കിൽ ആരെയും കിട്ടിയത് ജസ്റ്റ് കമന്റ് ചെയ്യുക. ക്രിയേറ്റീവ് പ്ലെയർ മേക്കറാണ്, ലോങ് റേഞ്ചർ, ഓവറോൾ റേറ്റിംഗ് എല്ലാം സെറ്റാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ദിവസം കൊണ്ട് നമ്മുടെ ഈ ഫുട്ബോളിന്റെ എല്ലാ കാര്യങ്ങളും വരും. അതുപോലെ തന്നെ എന്താ പറയുക ഒരു ഇത് പറയുകയാണെങ്കിൽ നമ്മുടെ സൈസൊക്കെ കുറച്ച് കൂടുതലായിരിക്കും എന്നാണ് കേട്ടത്. എനിക്ക് ഉറപ്പില്ല. എന്തായാലും അത്യാവശ്യം നല്ലൊരു 4-5 GB സ്പേസ് ഒക്കെ കിട്ടുന്നതാണ് പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങനെയുള്ള വീഡിയോകളൊക്കെ ആയിട്ട് നമ്മളിനി വരുന്നതായിരിക്കും. മാച്ചും എല്ലാം സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഓണൊക്കെ ആകുമ്പോഴത്തേന് കിടലിനാവും ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2ാമത്തെ പ്രാവശ്യം ഇങ്ങനെ തന്നെ ചെയ്യുന്നു. ഓക്കെ, എഫക്റ്റ് ആൻഡ് കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുന്നു. എല്ലാം ഒന്ന് മാസ് റിട്ടേൺ, ലോങ് ലുക്ക് പാസ് ഒക്കെ സെറ്റ് ചെയ്യുന്നു. ഇനിയിപ്പോൾ 2 ട്രൈ ചെയ്ത് നമ്മൾ ജസ്റ്റ് ബാക്കോട്ട് പോകുന്നു ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ്. വാൻഡേവാർട്ടിനെ ഒന്നുകൂടെ എടുക്കുന്നു, ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇഞ്ചുറി റെസിസ്റ്റൻസ് ഒക്കെ നോക്കുന്നു, ലോ എഫക്റ്റ് ആൻഡ് കണ്ടീഷൻ നോക്കുന്നു, എല്ലാം ഒന്ന് ലുക്ക് പാസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രീ ട്രൈ എടുക്കാൻ പോവാട്ടോ ഗൈസ്. ഓ അയ്യോ, യു കാനോട്ട് സൈൻ. അത് പ്ലേയേഴ്സ് കുറച്ച് കൂടുതലാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്താക്കാം, ജസ്റ്റ് പ്ലേയേഴ്സിനെയൊക്കെ ഒന്ന് കളയാം. ഫുള്ളായിപ്പോയി. ഓക്കെ, മൈ ടീം എടുക്കുന്നു, പ്ലേയേഴ്സ് ലിസ്റ്റ് എടുക്കുന്നു. നമുക്ക് വേണ്ടാത്ത പ്ലെയറിനെയൊക്കെ നമുക്ക് കളയാം. ഓക്കെ, ജസ്റ്റ് ഇപ്പം ജെമേഴ്സൺ എന്തായാലും കളയാം, റിലീസ് ചെയ്യുന്നു. ഓക്കെ, ജെമേഴ്സൺ റിലീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ റിലീസ് ചെയ്യുന്നു. 2 പേര് റിലീസ് ചെയ്തു. ഓക്കെ, നിക്കോ മുലേഖ, ലാപ്പോട്ടേനെ റിലീസ് ചെയ്യുന്നു ഗൈസ്. റിലീസ് ചെയ്ത് കളയുന്നു. കാര്യം ശ്രദ്ധിച്ചില്ല ഗൈസ്, കാരണം അപ്പോൾ ഒരു 3 എപ്പിക്കല്ലേ കറക്കാനുള്ളൂ. 3 നമുക്ക് എന്തായാലും കറക്കിയെടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും ബാക്കോട്ട് പോകുന്നു. ഓക്കെ, ഇതേ മെത്തേഡ് തന്നെ കേട്ടോ. ഇനി മെത്തേഡ് മാറ്റുന്നില്ല. നമ്മൾ ജസ്റ്റ് വാൻഡേവാർട്ട് ഒന്നും കൊടുക്കുന്നു, ജസ്റ്റ് ടാപ്പ് ചെയ്യുന്നു, എല്ലാം ഒന്ന് ഇഞ്ചുറി റെസിസ്റ്റൻസ് ഒക്കെ നോക്കുന്നു, എഫക്റ്റ് ആൻഡ് കണ്ടീഷൻ നോക്കുന്നു, ജസ്റ്റ് ഒന്ന് നോ ലുക്ക് പാസ് നോക്കുന്നു. അപ്പം ഫ്രീ ട്രൈ നമ്മൾ എടുക്കാൻ പോകട്ടെ ഗൈസ്. എന്തായാലും നമുക്ക് കണ്ടറിയാം എന്താവും. ഓക്കെ, അപ്പോൾ ഫ്രീ ട്രൈ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, കത്തിയിട്ടുണ്ട്. ഇത് കത്തിയില്ലേ? കത്തിയിട്ടില്ല എന്ന് തോന്നുന്നു ഗൈസ്, എനിക്കറിയില്ല, നോക്കാം. ഇത് ബ്ലാക്ക് ആനിമേഷൻ ഒക്കെയാണോ? ഇംഗ്ലീഷിലേക്ക് ആരാണ്? വിൽസൺ ആണ് ഗൈസ് കിട്ടിയത്. ഞാൻ വിചാരിച്ചു പെട്ടെന്ന് കത്തിയപ്പം
സംഭവം ഏറ്റവും വിചാരിച്ചത്. കത്തിയിട്ടില്ല. അപ്പോൾ എന്തായാലും കത്തിച്ച് നമ്മളെ പറ്റിച്ചു, അത് കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് ഒന്നുകൂടെ എന്തായാലും 2 ട്രൈയും കൂടി ഉണ്ട്, നമുക്ക് എന്തായാലും നോക്കാം. വിൽസൺ എവിടുന്ന വിൽസൺ പോയി? ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ വാൻഡേ ബട്ടൺ ടച്ച് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ ഇതിലേക്ക് പോകുന്നു. ഓക്കെ, ഇഞ്ചുറി റെസിസ്റ്റൻസ് ഒക്കെ നോക്കുന്നു, എഫക്റ്റ് ആൻഡ് കണ്ടീഷൻ നോക്കുന്നു, നോ ലുക്ക് പാസ് നോക്കുന്നു. ഓക്കെ, രണ്ടാമത്തെ ട്രൈ അപ്പോൾ നമ്മൾ എടുക്കാൻ പോട്ടെ. ഇത് നമുക്ക് കിട്ടുമെന്നാണ് നമ്മുടെ ഒരു നിഗമനം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ട്രൈ നമ്മൾ എടുക്കുന്നു. ഫ്രീ ട്രൈ കൊടുക്കുന്നു ഗൈസ്. ഇനി വാൻഡേ ബട്ടണും കൂടി നമ്മൾ ഈ ഒരു ട്രൈയിലൂടെ എടുക്കാനുള്ളൂ. ഓ ഇല്ലടാ ഗൈസ്, ഇല്ല. ഓക്കെ, ഇതാരാ കിട്ടിയേ? ലീഗ പോർച്ചുഗലിലെ ആരാണ്? ബാഹോ ഗൈസ്. അപ്പോൾ എന്തായാലും ഒരു 8 എപ്പിക്കും കൂടെ നമുക്ക് എടുക്കാനുള്ളൂ. ഒരു എപ്പിക്കും കൂടെ നമുക്ക് ഫ്രീ ട്രൈ ഉണ്ട്. അപ്പോൾ നമുക്ക് ട്രൈയിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ എന്തായാലും എന്താ പറയുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് എനിക്കിപ്പോൾ 4 പ്ലേയേഴ്സിനെ കിട്ടി. ഇനി വാൻഡേ ബട്ടണും കൂടി ഉള്ളു. അപ്പോൾ നമ്മൾ ജസ്റ്റ് മെരിയാഗിമെൻസിന് എടുക്കുന്നു, ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു. അടുത്തുള്ള ഒരു കാർഡിനെ കേട്ടോ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇഞ്ചുറി റെസിസ്റ്റൻസ് ഒക്കെ നോക്കുന്നു, ഫൈറ്റിംഗ് സ്പിരിറ്റ് ഒക്കെ നോക്കുന്നു. ജസ്റ്റ് 2 പ്രാവശ്യം ടാപ്പ് ചെയ്യുന്നു. മെരിയാഗിമെൻസ് കാർഡ് ടൈപ്പ് ചെയ്യുന്നു. ഡിസ്ട്രോയർ, ഇഞ്ചുറി റെസിസ്റ്റൻസ് ഒക്കെ നോക്കുന്നു, ഫൈറ്റിംഗ് സ്പിരിറ്റ് നോക്കുന്നു. ജസ്റ്റ് ബാക്കൗട്ട് പോകുന്നു. അതിനുശേഷം നമ്മൾ വാൻഡേ ബട്ടൺ എടുക്കുന്നു, ഹൈറ്റ് ടൈപ്പ് ഒക്കെ നോക്കുന്നു, ലോങ് റേഞ്ചർ നോക്കുന്നു ഗൈസ്, എഫക്റ്റ് ആൻഡ് കണ്ടീഷൻ നോക്കുന്നു, നോ ലുക്ക് പാസ് നോക്കുന്നു ഗൈസ്. അപ്പം എന്തായാലും നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ് ഫ്രീ ട്രൈ. ഒരെണ്ണം കൂടെ ഫ്രീ ട്രൈ ഉള്ളൂ. സാധാരണ ഞാൻ ഒരെണ്ണം ബാക്കി വെച്ചിട്ടാണ് ട്രൈ ചെയ്യാറ്. എന്തായാലും നമുക്ക് ഫ്രീ ട്രൈയിലേക്ക് പോവാം ഗൈസ്, നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഫ്രീ ട്രൈ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് വാൻഡേ ബട്ടണിനെ കിട്ടുമെന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. എടാ കത്തിയില്ലടാ ഗൈസ്, കത്തിയില്ല, എപ്പിക്ക് അടിച്ചിട്ടില്ല. വാൻഡേ ബട്ടണിനെ ബാക്കി വെച്ച് നമ്മൾ എല്ലാവരും കറക്കി എടുത്തു. ഇംഗ്ലീഷ് ലീഗിലെ ആരുടെ ഏജറിനെയാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പം ഗൈസ് എന്തൊക്കെ പറഞ്ഞാൽ ഇന്നങ്ങനെ ചെറുതായിട്ടൊന്ന് പണിയായി. ഓക്കെ, അത് കിട്ടിയില്ല. ഇനി നമുക്ക് ഒരെണ്ണം ബാക്കിയുണ്ട് ഗൈസ്, വേൾഡ് എപ്പിക്ക്. അത് നമ്മൾ കറക്കി എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആകെ ഇനി എപ്പിക്ക് എടുക്കാനുള്ളത് നമ്മുടെ വിൽസേപ്പറിനെയാണ് നമുക്കിനി കിട്ടേണ്ടത്. എന്തായാലും റൂബൻ ന്യൂസ് ഉണ്ട്, നമുക്ക് ജസ്റ്റ് റൂബൻ ന്യൂസിനെ ടച്ച് ചെയ്യാം. ജസ്റ്റ് ഇതേ മെത്തേഡ് തന്നെ കേട്ടോ. ഈ ഒരു മെത്തേഡ് നിങ്ങൾ എന്തായാലും നോക്കുക ഗൈസ്. ഈ ഒരു മെത്തേഡ് കൊണ്ടാണ് എനിക്ക് നമ്മുടെ കാഫൂനെ അങ്ങനെയുള്ള 4 പ്ലേയേഴ്സിനെ കിട്ടിയത്. ജസ്റ്റ് അടുത്തുള്ള പ്ലെയറിനെ ടച്ച് ചെയ്യുന്നു, എഫക്റ്റ് ആൻഡ് കണ്ടീഷനൊക്കെ സെറ്റ് ചെയ്യുന്നു. ഓക്കെ, പെനാൽറ്റി സ്പെഷ്യലിസ്റ്റ് ആണ്, എല്ലാം സെറ്റ് ചെയ്യുന്നു. വീണ്ടും 2 പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യുന്നു. എല്ലാം ജസ്റ്റ് മെല്ലെ ഒന്ന് എല്ലാം ടച്ച് ചെയ്ത് വിടുന്നു. ഇഞ്ചുറി റെസിസ്റ്റൻസ്, എഫക്റ്റ് ആൻഡ് കണ്ടീഷനൊക്കെ മെല്ലെ വായിക്കുന്നു. വീണ്ടും അതുപോലെ പെനാൽറ്റി സ്പെഷ്യലിസ്റ്റ് എല്ലാം നോക്കുന്നു. അതിനുശേഷം നമ്മൾ ബാക്കൗട്ട് വരുന്നു. അതിനുശേഷം നമ്മൾ ക്യാൻസൽ കൊടുക്കുന്നു ഗൈസ്, 1 പ്രാവശ്യം ക്യാൻസൽ കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് വേണ്ട പ്ലെയറിനെ നമ്മൾ ടച്ച് ചെയ്യുന്നു. നമുക്കപ്പം വിൽഷെയറിനെയാണ് വേണ്ടത്. ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു, എല്ലാം ഒന്ന് നോക്കുന്നു. ടൈപ്പ് നോക്കുകയാണെങ്കിൽ ആർസൺ FC 10 to 11 എപ്പിക്കാണ്, ലോങ് ബോൾ എക്സ്പേർട്ടാണ്. എല്ലാം നോക്കുന്നു. ഇഞ്ചുറി റെസിസ്റ്റൻസ് ഒക്കെ ലോ ആണ്. എഫക്റ്റ് ആൻഡ് കണ്ടീഷനൊക്കെ വായിച്ചു നോക്കുന്നു. 1 ടച്ച് പാസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഡബിൾ ടച്ച് ഒക്കെ ഉണ്ട്, കട്ട് ബിഹൈൻഡ് ആൻഡ് ടേൺ ഉണ്ട്, സോൾട്ട് കൺട്രോൾ ഉണ്ട്. എല്ലാം ഒന്ന് ടച്ച് ചെയ്യുന്നു. വീണ്ടും ഇതേപോലെ നമ്മൾ ബാക്കൗട്ട് പോകും. അപ്പോൾ നമ്മൾ ഫ്രീ ട്രൈ എടുക്കാൻ പോകുന്നത് ഗൈസ്. ഇത് എന്താവുമെന്ന് അറിയില്ല, എല്ലാം ഇന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മൾ തീർക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രീ ട്രൈ കൊടുക്കുകയാണ് ഗൈസ്. ഒന്നുകൂടെ ബാക്ക് അടിക്കുന്നു. വീണ്ടും ഇതേപോലെ തന്നെ ഒന്ന് വിൽസേറിന് എടുക്കുന്നു. ഹിയർ വി ഗോ ആവാൻ പോവാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് നോക്കുന്നു. എഫക്റ്റ് ആൻഡ് കണ്ടീഷനൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുന്നു. എല്ലാം ഒന്ന് സെറ്റ് ചെയ്യുന്നു. ബാക്കൗട്ട് വീണ്ടും വരുന്നു. അപ്പോൾ നമ്മൾ ഫ്രീ ട്രൈ കൊടുക്കുകയാണ് ഗൈസ്. ഹിയർ വി ഗോ കൊടുത്തു ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം എപ്പിക്ക് അടിക്കില്ലെന്ന്. കൊനാമി എന്തായാലും തന്നാൽ മതിയായിരുന്നു ഗൈസ്. കത്തിയിട്ടുണ്ട്, ഇത് കത്തിയോ ഗൈസ്? അപ്പോൾ നമുക്ക് നോക്കി നോക്കാം, ഇത് കത്തിയില്ലയോ എന്നാണ്. പറ്റിച്ചോ ഗൈസ്? ആരുടെ ഇത്? വിൽസേപ്പറാണെന്ന് തോന്നുന്നു. എന്നടാ, അതെ ഗൈസ്, കിട്ടി. ഏറ്റവും പോലെ കിട്ടി ട്രൈ കിട്ടിട്ടോ ഗൈസ്. അപ്പോൾ ഇതേ മെത്തേഡ് തന്നെ നിങ്ങളും പരീക്ഷിക്കുക. എന്തായാലും കിട്ടിയിട്ടുണ്ട് ചെക്കനെ. ഞാൻ വിചാരിച്ചത് എപ്പിക്കല്ലാന്ന് ഗൈസ്. അപ്പോൾ എന്തായാലും ആദ്യം നമ്മളൊന്ന് പറ്റിച്ചെങ്കിലും സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് എന്തായാലും നമുക്ക് അങ്ങനെ കിട്ടി. അപ്പോൾ എന്തായാലും നമുക്ക് വാൻഡേ ബട്ടണും കൂടെ അടിക്കാനുണ്ടായിരുന്നു, പക്ഷെ സാരില്ല, എന്തായാലും ചെക്കനെ കിട്ടിയല്ലോ ഗൈസ്. അപ്പം ചെറിയൊരു ഹാപ്പിയായി. ഓക്കെ, ഇനിയപ്പോൾ നമുക്ക് നമ്മുടെ എപ്പിക്ക് 100 രൂപ കോയിൻ ഉണ്ട് ഗൈസ്. ജസ്റ്റ് ഒരു ട്രൈ നമുക്ക് നടത്തി നോക്കാം. എന്തായാലും കിട്ടുമോ കിട്ടില്ല നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് പുയോളിനെയാണ് ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇതേ മെത്തേഡ് തന്നെ. സ്പെയിൻ 2010 പാക്കാണ്, ഡിസ്ട്രോയർ ആണ്, ലോങ് ബോൾ എക്സ്പേർട്ടാണ്.
വീക്ക് ഫുട്ടേജ് ആണ്, ഇഞ്ചുറി റെസിസ്റ്റൻസ് ഒക്കെ നീഡിയാണ്, എഫക്റ്റ് ആൻഡ് കണ്ടീഷൻ നോക്കുന്നു. ഓക്കെ, ഫൈറ്റിംഗ് സ്പിരിറ്റ് ഒക്കെ നോക്കുന്നു, എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം പോകാനുള്ള നോക്കുന്നു. ഒരു 100 രൂപ ഞാൻ കളയാൻ പോകട്ടെ ഗൈസ്, എന്തായാലും നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട്. ഓക്കെ, ഇഞ്ചുറി റെസിസ്റ്റൻസ് നോക്കുന്നു, എഫക്റ്റ് ആൻഡ് കണ്ടീഷൻ നോക്കുന്നു. ഓക്കെ, വീണ്ടും ഇതേ മെത്തേഡ് ഗൈസ്. അപ്പോൾ ബ്ലോക്കറൊക്കെയാണ് അത്യാവശ്യം. അപ്പം അവർക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് അറിയാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, പോകാനുള്ള സാബീനിയോ അല്ലെങ്കിൽ നമ്മുടെ കസിലിയാസിനെ ആരെയും കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ചിലപ്പോഴൊക്കെ നമ്മളെ കൊണ്ടാൻ ഒന്ന് പറ്റിക്കും. പക്ഷേ നിങ്ങൾ ട്രൈ ഒന്നും വിടരുത് ഗൈസ്, കാരണം അവസാന നിമിഷം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ളതായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, എന്തായാലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു എപ്പിക്കെങ്കിലും കിട്ടും. കാരണം നമുക്ക് അങ്ങനെയായിരുന്നു, കാരണം നമുക്ക് അടുപ്പിച്ചിപ്പോൾ എപ്പിക്ക് കിട്ടിയായിരുന്നു. പിന്നെ വാൻഡവാർഡിന് ഉറപ്പായിട്ട് നമുക്ക് അടുത്ത ട്രയൽ കിട്ടുന്നതായിരിക്കും പ്രതീക്ഷയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതേ മെത്തേഡ് തന്നെ ജസ്റ്റ് ബാക്കോട്ട് പോകുന്നു. അതിനുശേഷം നമ്മൾ 100 ആണ് കളയാൻ പോകണം, ക്യാൻസൽ ചെയ്യുന്നു. നമുക്ക് വേണ്ട ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ ഗൈസ് സാവിയാണ്. സാവിനെ നമ്മളൊന്ന് ടൈപ്പൊക്കെ സ്പെയിൻ 2010 സീനാണ്. എന്തായാലും എല്ലാവരും പറയുന്നുണ്ടായിരുന്നു നല്ലൊരു കാർഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെന്തായാലും കോയിനൊക്കെ സേവ് ചെയ്ത് നോക്കുക, കാരണം 2025 നമുക്ക് നോക്കാം എന്തൊക്കെ വരും കാര്യങ്ങളൊക്കെ. എല്ലാം സെറ്റാണെന്നാണ് പറയുന്നത്. എഫക്റ്റ് ആൻഡ് കണ്ടീഷനൊക്കെ ജസ്റ്റ് ഒന്ന് വായിക്കുന്നു ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും അങ്ങനെ എപ്പിക്ക് എടുക്കാൻ പോവാണ്. ഓക്കെ സപ്പോസ് സെറ്റാണ്, 100 രൂപ കളയാൻ പോണു. ഓക്കെ, ഹിയർ വി ഗോ ഗൈസ്. അപ്പോൾ നമ്മൾ 100 രൂപ കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ സാബിനെ കിട്ടുമെന്ന് എടാ ഇല്ലടാ ഗൈസ്. അപ്പോൾ 100 രൂപ പോയി, ആരെയും കിട്ടിയില്ല. ഓക്കെ ഗൈസ്, എപ്പിക്ക് ഒരെണ്ണം കിട്ടുമെന്നാണ് വിചാരിച്ചത്. ഒരു ദിവസം എല്ലാ എപ്പിക്കും അടിച്ചാൽ പൊളിക്കും അല്ലേ ഗൈസ്. ഒറൻഡറോ അതാര പ്ലെയർ, ഡിയോഗ ലൊറൻഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ കിട്ടിയില്ല എപ്പിക്ക്, 100 രൂപ പോയി. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇനി നമ്മുടെ വേൾഡ് വൈഡ് ഇതും കൂടി ഉണ്ട്. ചെക്കനും കൂടെ കറക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇതങ്ങ് കഴിയും ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിൽ വേണ്ടത് കുറേ പേര് പറഞ്ഞായിരുന്നു, നമ്മുടെ റാഫിൻഹയൊക്കെ സെറ്റാണെന്ന് പറഞ്ഞാൽ, ഡയസൊക്കെ സെറ്റാണെന്ന് എല്ലാവരും സെറ്റാണെന്നാണ് പറഞ്ഞത്. ഞാനപ്പോൾ ഒരു പണി ചെയ്യുന്നു, നമ്മുടെ റാഫിൻഹേനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗൈസ് നോക്കുന്നത്. അപ്പം എൽ ഡയസിന് നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നു, ഇതേ മെത്തേഡ് തന്നെ 2 പ്രാവശ്യം. ഓക്കെ, എഫക്റ്റ് ആൻഡ് കണ്ടീഷനൊക്കെ വായിക്കുന്നു എല്ലാം. അപ്പോൾ നിങ്ങൾക്ക് ആരെയും ഫോട്ടോ പേപ്പാക്കി കിട്ടിയ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക 2 പ്രാവശ്യം ഗൈസ്. ഓക്കെ, എല്ലാം 2 പ്രാവശ്യം നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്താൽ മതി, ഉറപ്പായിട്ട് നിങ്ങൾക്കും കിട്ടുന്നതായിരിക്കും. എഫക്റ്റ് ആൻഡ് കണ്ടീഷനൊക്കെ നോക്കുന്നു, അതിനുശേഷം ബാക്ക് പോകുന്നു ഗൈസ്. 1 പ്രാവശ്യം നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു രീതി മെത്തേഡ്. അതിനുശേഷം നമുക്ക് വേണ്ട പ്ലെയറിനെ നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്യുന്നു. റാഫിൻഹാനെയാണ് എനിക്ക് വേണ്ടത്. സെപ്റ്റംബർ 5, 2024 സെറ്റാണെന്നാണ് കുറേ പേര് പറഞ്ഞത് ഗൈസ്. അപ്പം ഇഞ്ചുറി റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ട്, എഫക്റ്റ് ആൻഡ് കണ്ടീഷൻ ജസ്റ്റ് വായിക്കുന്നു. ഔട്ട്സൈഡ് കളറാണ്. ഇനി നമുക്ക് അങ്ങനെ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നു. നമുക്ക് ആരെ കിട്ടുമെന്ന് അറിയില്ല, എന്തായാലും നമുക്ക് ഫ്രീ ട്രൈ കൊടുക്കാം ഗൈസ്. കൊടുത്തു ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും ഹിയർ വി ഗോ, ആരെ കിട്ടുമെന്ന് അറിയില്ല ഗൈസ്. എന്താ സംഭവം, ഇപ്പോൾ കത്തുന്നൊന്നുമില്ല. എന്തായാലും ആരുടെ ഇതാരാണ്, ലൂയിസ് ഡൈസ് ഗൈസ്. ചെക്കനെ തന്നെ കിട്ടി. എന്തായാലും നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്ത് ചെക്കനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഉദ്ദേശിച്ചത് റാഫിൻഹനെ ആണെങ്കിലും എൽ ഡയസിനെയാണ് നമുക്ക് കിട്ടിയത്. എന്തായാലും നമ്മുടെ ട്രിക്കുകളൊക്കെ ഏകദേശം ഏറ്റിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പോൾ നമ്മളൊന്ന് ഇപ്പോൾ എല്ലാം എടുത്തിട്ടുണ്ട്. എപ്പിക്ക് മാത്രമേ കിട്ടാത്തേ ഉള്ളൂ, നമ്മുടെ 2 എപ്പിക്കും. മറ്റേ ഫ്രീ ട്രയൽ എപ്പിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ. ഓക്കെ, ബൈ.